എപ്പോഴും തന്നെ ഈ മുത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു സാധനവും വൃത്തിയായിട്ട് വെക്കൂല. അത് ഇതിനകത്ത് വെക്ക. ഇതിവിടെ വെക്ക്. കള്ളം കപ്പിലാവുമ്പോഴേ ഇങ്ങനെയാ. തപ്പി തപ്പി ഇവിടം വരെ വന്ന് അറിഞ്ഞില്ല ഞാൻ. കൊടുക്കുന്നില്ല. വൈകിട്ടേ ഒരു 100 അധികം വെച്ച് തരാം. അയ്യോ വേണ്ട, 100 എനിക്ക് താങ്ങൂല. അതുകൊണ്ടാ ഏട്ടാ ഇവിടെ ഇത്തിരി ഒഴിച്ചേട്ടാ. അതുകൊണ്ടല്ല പറഞ്ഞത് നല്ല ചുരിദാർ അങ്ങനെ തന്നെ രക്ഷപ്പെട്ട് കര കയറാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ എങ്ങനെ കര കയറും? ഇങ്ങനെയുള്ളവനൊക്കെ അടുത്ത് കിടന്നാൽ എങ്ങനെ രക്ഷപ്പെടും? മറ്റുള്ളവൻ നന്നാവണം ഇഷ്ടമല്ലല്ലോ. കാരണം സർക്കാർ ജോലിയുണ്ട്, അവന് ശമ്പളമുണ്ട്. ഇത് പോരാഞ്ഞിട്ടാണ് അമ്മ തരണ ആ നക്കാപ്പിച്ച പെൻഷനിൽ നിന്ന് അതിൽ നിന്ന് 5000 ഗുണ പറ്റണത്. നാണം വേണേ അവന്. എന്റെ അമ്മ തരുന്ന പൈസ ഞാൻ മേടിക്കുന്ന നിനക്ക് എന്താ കുഴപ്പം? എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഞങ്ങളെപ്പോലുള്ള ഒരു 5 നയാ പൈസ ഒരിടത്തുനിന്ന് വരുമാനമല്ല. നീ ആലോചിക്കണം. ഞങ്ങൾ ജനങ്ങളെ സേവിക്കണം ഉള്ളത് കൂടെ. ആരോഗ്യം തന്നിട്ട് ആരോഗ്യത്തിന് പണിയെടുത്ത് അന്തസ്സായിട്ട് ജീവിക്കണം. ഈ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കുന്നുണ്ട്, ജനസേവനം നടത്തുന്നുണ്ട്. അവർക്ക് ആരും ശമ്പളം കൊടുക്കുന്നില്ല. അതുകൊണ്ട് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതൊരു സേവനമാണ്. അതെ, ഞങ്ങൾ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോലി ഇവിടെ ആവശ്യമല്ല, പറമ്പുണ്ട്, പറമ്പ് കിളക്കടാ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടിയാലും മതിയാവാത്ത നിന്നെ പോലുള്ളവനൊക്കെ ഉണ്ടല്ലോ കുടുംബത്തിലെ ഇളയതും മൂത്തതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടി. ഒരു കാര്യം ആ അമ്മയെടുത്ത് ഞാൻ ചോദിച്ചു. അമ്മ പറഞ്ഞ് നീ പെൻഷൻ മുഴുവൻ നീ എടുത്തോ. പക്ഷെ അവൻ സമ്മതിക്കണമെന്ന്. എങ്ങനെ അവൻ സമ്മതിക്കും? അവന് കാരണം മതിയാവൂല. അവന് കാശെന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. അയ്യോ അതെന്താ നീ അങ്ങനത്തെ വർത്താനം പറഞ്ഞ? അമ്മയ്ക്ക് പെൻഷൻ ഉണ്ട്. അമ്മയ്ക്ക് പെൻഷന്റെ ഒരു ഓഹരി ഞങ്ങൾക്ക് 2 പേർക്കും തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി പൈസയും കൊണ്ട് അമ്മ കുഴമ്പും കാര്യങ്ങളൊക്കെ മേടിക്കും. എന്നെ കൊണ്ട് അവിടുന്ന് വഴിയിലോട്ട് പോയി കണക്ക് പറയരുതില്ല. എല്ലാവരും ഇവിടെ ഒരുപോലെ തന്നെയാ. എന്നും രാവിലെ ഓരോ പ്രശ്നമായിട്ട് ക്ലീറ്റോ ചേട്ടൻ വന്നോളൂ. അതിന്റെ പുറകെ ചേച്ചിയും വരും. ഞാൻ വന്നതിന് നീ കണക്ക് പറഞ്ഞോണ്ടല്ലേ അത് പറഞ്ഞത്. അങ്ങനെ കനക മാത്രം നോക്കണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല. കനക അങ്ങനെ ഇതിനകത്ത് കണക്ക് പറഞ്ഞല്ലേ ഒരു കാര്യം പറയുമ്പോൾ രീതിക്ക് എടുക്കണ്ടേ? കണക്കാ പറഞ്ഞത്. എന്ത് അമ്മേനെ നോക്കണെന്ന് ഞാൻ അമ്മയ്ക്ക് ഒന്നും ചെയ്തു കൊടുക്കാറില്ലേ? അങ്ങനെയാണെന്ന് പറഞ്ഞോണ്ട് എന്തും എനിക്ക് കേട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ ഞാൻ അമ്മേനെ പറഞ്ഞ കാര്യത്തില് ഞാൻ പറഞ്ഞു. അമ്മയുടെ കാര്യവും ഞാൻ കാണുന്നുണ്ട്. കുറെ സാധനങ്ങൾ കാണില്ലേ? നിങ്ങൾ കൊടുക്കണേ ഞാനൊന്നും കണ്ടിട്ടില്ല. ഇതാ പറഞ്ഞത് കണക്കാ പറഞ്ഞത്. ബുദ്ധിമുട്ടാ കനക. അവൻ പറഞ്ഞപ്പോ എന്താ ആ പാവത്തിന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കി. പറയുമ്പോ എല്ലാ കാര്യങ്ങളും പറയണം. 10 പൈസയുടെ വരുമാനം ഇല്ല. അപ്പൊ അതെന്തെങ്കിലും പറയുമ്പോഴത്തേനും ഇവള് കൂടെ നിന്നിട്ട് ചീത്ത പറയണം. ചേച്ചി 10 പൈസയുടെ വരുമാനം പറയണതെല്ലാം നമ്മൾ കേട്ടോണ്ട് നിൽക്കണോ? എന്തിനാണെന്ന് അങ്ങനെ പറയണത്? ഞാൻ അമ്മയ്ക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഞങ്ങളും കൊടുക്കുന്നുണ്ട്. അവൻ ഇച്ചിരി കൂടുതൽ കൊടുക്കണ്ടെന്ന് വിചാരിച്ചോ? പക്ഷെ ഞങ്ങളുടെ ഗതികേടല്ലേ അത്. അതിന് നീ അങ്ങനെ നിന്നിട്ട് അങ്ങോട്ട് കണക്ക് പറയാണോ ചെയ്യണ്ടേ? കണക്ക് പറഞ്ഞാൽ അവള് പറഞ്ഞ കൂട്ടത്തിൽ വെറുതെ വണ്ടിയും കഴിക്കൊണ്ട് തരുന്നത് ഞങ്ങളാ. അവള് അവനോട് എന്തൊക്കെ പറഞ്ഞങ്ങ് പോയി. ഈ നാട്ടുകാരുടെ വിചാരിക്കും ആങ്ങളെയാണെന്നുകൊണ്ട് എന്തും എനിക്ക് കേട്ട് നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നീ അങ്ങനെ എല്ലാ വിവരക്കേടും നമ്മൾ പിന്നെ അമ്മയ്ക്ക് കൊടുക്കാൻ കണക്ക് പറയാൻ അമ്മയ്ക്ക് ഏട്ടൻ തന്നെയാ കൊടുക്കണത്. ഞാൻ കണ്ടിരിക്കുന്നത് കണക്ക് പറയേണ്ട കാര്യമുണ്ടോ? കണക്കല്ല, ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. എന്തെങ്കിലും പറഞ്ഞ അതിനകത്ത് അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് കണക്ക് പറയാൻ നിൽക്കരുത് കേട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പപ്പയ്ക്ക് എന്തെങ്കിലും കൊടുത്താൽ വല്ലതും പറയോ? അതിന്റെ കാര്യമില്ല. നമുക്ക് കണക്കല്ലേ ഏട്ടാ പറഞ്ഞത്. എല്ലാ ദിവസവും രാവിലെ ക്ലീറ്റോ ചേട്ടന് ഓരോ പ്രശ്നമായിട്ട് വരും. ഇതിനൊരു അന്തവും കുന്തോ ഇല്ലേ? കണക്ക് തന്നെയാണ് പറഞ്ഞത്. കണക്കല്ലാന്നൊന്നും ആരും പറയണ്ട. കണക്കാണെങ്കിൽ കണക്ക് തന്നെയാ പറഞ്ഞത്. നമുക്ക് തന്നിട്ട് ഇവിടെ ആരും മുടിഞ്ഞൊന്നും പോണ്ട. പിടിച്ചോ. നീ ഇങ്ങനെ പറയാൻ നീ ഇങ്ങനെ പണങ്ങേണ്ട കാര്യമൊന്നുമില്ല. തങ്ക നീ ഒരു കാര്യം മനസ്സിലാക്കണം. മേടിച്ചോ ഏട്ടാ, എന്തിനാ മേടിക്കാതിരിക്കണത്? കണ്ടാ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് എങ്ങനെയാടാ കൂടപ്പുറപ്പാന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്നത്? നീ ഒരു കാര്യം ഇപ്പൊ അവൻ ഇത്രയും പറഞ്ഞിട്ട് വേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. എനിക്കും ചെലവില്ലേ? നീ എന്ത് മനസ്സിലാക്കാത്തത്? എനിക്കില്ല പിള്ളേര്, എനിക്കില്ല. നീ ചോദിക്കുമ്പോ തന്നെ നിനക്ക് പൈസ തരുന്നില്ലേ? അതാ ഞാനിപ്പോ തിരിച്ചു തന്നു. എനിക്ക് വേണ്ട. എങ്ങോട്ടാണ് പോയാൽ